ബീഹാർ തങ്ങൾ അധികാരത്തിൽ വരുമെന്ന് അവകാശപ്പെട്ട രാഹുൽ ഗാന്ധി അറിഞ്ഞോ എന്നറിയില്ല. എന്തായാലും 2 MLA-മാർ, ഇന്ത്യ മുന്നണിയിലെ 2 MLA-മാർ രാജിവെച്ച് മറ്റു പാർട്ടിയിൽ ചേരാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. രാഹുൽ ഗാന്ധിയും ഇനി പാർട്ടി വിടേണ്ടി വരുമോ? ചുമ്മാ രാഹുൽ ഗാന്ധിയെ വെറുതെ ഇട്ട് ഉപദ്രവിക്കാതെ അങ്ങേര് കൊളംബിയയിലെങ്ങാണ് സുഖവാസം നടത്തട്ടെ. ഈ രാഹുൽ ഗാന്ധി അയാളുടെ ഡ്യൂട്ടി കഴിഞ്ഞു, വോട്ട് ചോദി കഴിഞ്ഞു, അങ്ങേര് പോട്ടെന്ന് ചുമ്മാ ഉപദ്രവിക്കുക. അങ്ങേര് സ്വകാര്യമായിട്ട് ഈ സുഖാനുഭവം ഇങ്ങനെ കൈയാളുമ്പോൾ എന്തിനാ ഗതത്തെ ഇട്ട് ചൊറിയുന്നത്? ദയവേറ്റ് അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ കാടാറ് മാസം കഴിഞ്ഞ് ഇനിയും അവിടുത്തെ കാടാറ് മാസം നാടാറ് മാസം കഴിഞ്ഞു. എങ്ങനെയാ കാടാറ് മാസം പിന്നാലെ ഇന്തോനേഷ്യ, പിന്നെ ആമസോൺ ഫോറസ്റ്റുകളൊക്കെ ധാരാളമുള്ള സ്ഥലത്ത് സുഖമായിട്ട് അതെ പുള്ളി എന്താന്ന് വെച്ചാൽ പുള്ളി അത് അതിൽ അഭിരമിക്കട്ടെ, നമ്മൾ വെറുതെ ഉപദ്രവിക്കാതെ. ഇപ്പം ചിത്രത്തിലേ ഇല്ലല്ലോ പുള്ളി, ചിത്രത്തിലില്ല പുള്ളി. ഇപ്പം ജയിപ്പിച്ചു കളയുമെന്നും പറഞ്ഞു പോയി. അതിൻ്റെ വ്യത്യാസം ഇപ്പം കുടുംബത്തോടെ തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാവുമെന്നുള്ളതായിരുന്നു ഒരു പൊതുവെ അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും. അതുപോലെ തന്നെ അവരെ അനുകൂലിക്കുന്ന പോലെ ക്രിമിനൽസ് ഉണ്ടല്ലോ, ഗുണ്ടകളും എല്ലാം കൂടെ ചേർന്ന ഒരു കോക്കസ് നെക്സസ് അവരെല്ലാം കൂടെ ചേർന്ന് ഇദ്ദേഹത്തിന് തേജസ്വി യാദവ് എന്ന് കണ്ടാൽ പറ്റിയ തേജസ്സാണ്, നല്ല സുന്ദരനും ഒക്കെയാണ്. പക്ഷേ അടപടലെ കുടുംബത്തോട് ഇപ്പം ജയിലിലാവും, തിഹാർ ജയിലിൽ വീണ്ടും ആകും. ഒന്ന് കിടന്നതാ കുടുംബത്തോടെ, വീണ്ടും ആകാൻ പോവുക. അത് കാലിത്തീറ്റ കുംഭകോണത്തിലായിരുന്നു. അത് ഇതുവരെ നിഷേധിച്ചിട്ടില്ലല്ലോ ലാലു പ്രസാദ് എന്നെ കുടുക്കിയതാണെന്ന്. ഞങ്ങളിങ്ങനെ കക്കും. എനിക്ക് തോന്നുന്നത് ശബരിമല ആസ്ഥാനത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കാൻ പറ്റിയ ആളാണ് ലാലു പ്രസാദ്. മുക്കേണ്ടതും കക്കേണ്ടതും എല്ലാം പുള്ളി സ്വർണത്തെ വേണമെങ്കിൽ മുക്കുവണ്ടമാക്കി മാറ്റും. ഒരു ഉളുപ്പുമില്ല. സോഷ്യലിസ്റ്റാണ്, പഴയ സോഷ്യലിസ്റ്റ്, റാം മനോഹർ ലോഹിയുടെ സോഷ്യലിസ്റ്റ്. ഇങ്ങനെയാണ് സോഷ്യലിസ്റ്റ് നടപ്പാക്കുന്നത്. നമ്മളൊന്നും ഈ സ്വർണ്ണമൊന്നും ഇങ്ങനെ കൂട്ടി വെച്ചിട്ടില്ലല്ലോ. വീട്ടിൽ പിന്നെ അയ്യപ്പനത്തിനെ അത് കൂട്ടി വെക്കുന്നതെന്നും പറഞ്ഞാൽ അതിങ്ങ് പിടിച്ചു വാങ്ങിക്കും പുള്ളി. അങ്ങനല്ലേ നമ്മളെ ഒരു ഇരുട്ടടി അടിച്ചത്. സെക്കൻഡ് ക്ലാസ് എന്ന് പറയുന്ന 2 സ്ലീപ്പർ ക്ലാസ് ആക്കി ഡിവൈഡ് ചെയ്ത് നമ്മൾക്കിപ്പോൾ വല്ലാത്ത ദുരിതമാക്കി വെച്ചത് ഈ മനുഷ്യനാണ്. ബുദ്ധിമാനുമാണ്. പാൻ അടിച്ചുകൊണ്ടാണെങ്കിൽ ബുദ്ധിക്കൊരു കുറവും വന്നിട്ടില്ല, ഒരു ക്ഷയവും വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഇനി വീണ്ടും ഒന്നുകൂടെ കുടുംബത്തോടെ ഹാജരാകാൻ പറഞ്ഞിരിക്കുക. ഈ കേസ് ഇവിടെ നടന്നിരിക്കുന്ന റെയിൽവേ ഇദ്ദേഹം വളരെ ലാഭത്തിലാക്കിയെന്നും പറഞ്ഞായിരുന്നു പ്രചാരണമൊക്കെ. ഇത് വെറും തട്ടിപ്പാണ്, കള്ളക്കണക്കാണെന്ന് പിന്നെ കണ്ടെത്തി. അഹമ്മദാബാദ് IIT IIM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് റെയിൽവേ ഭരിക്കുന്നതിലെ മാതൃകാപരമായിട്ടുള്ള മന്ത്രിയാണെന്നും പറഞ്ഞ് ഇയാളെ പ്രത്യേക പ്രഭാഷണം ഗുജറാത്തിൽ നടത്താൻ വേണ്ടി വിളിച്ചു. എങ്ങനെ റെയിൽവേ ലാഭത്തിലാക്കിയത്. പിന്നെ കണക്കെടുത്ത് പരിശോധിച്ചു. ചുമ്മാ പൊട്ടക്കണക്കുള്ള നട്ടത്തിലായ റെയിൽവേ കണക്കുകളൊക്കെ മാറ്റി എഴുതിക്കൊണ്ട് ഇങ്ങനെ ലാഭത്തിലാക്കിയതാണ് സംഭവം എന്ന് പറയുന്നത്. മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞ റെയിൽവേ മുഴുവൻ. അതാണ് അയാൾ ചെയ്തത്. ആ മനുഷ്യൻ്റെ മകനെയാണ് ഇവിടെ മുഖ്യമന്ത്രിയാണ്. ഒരു മകൻ പടങ്ങിപ്പോയി, വേറെ പാർട്ടിയായിട്ട് പോയി. രാഹുൽ ഗാന്ധി കൊളംബിയയിൽ പോയത് കാമുകിയെ കാണാനാന്ന് പറഞ്ഞ് ഒരു മകൻ. അങ്ങനെ അദ്ദേഹം പിന്നെ ജയിലിൽ പോയപ്പോൾ പണ്ട് ഭരണത്തിലിരുന്ന ആളാണ് റാബ്രി ദേവി. ഭരണത്തിൻ്റെ ABCD അറിയത്തില്ല. റിമോട്ട് കൺട്രോളിലൂടെ ലാലു പ്രസാദ് ആയിരുന്നു ഭരിക്കുന്നത്. ഇനി വേറെ ഉണ്ട്, മിസ എന്ന് പറയുന്നൊരു മകളും ഒക്കെ ഉണ്ട്. അവർക്ക് ആർക്ക് കുടുംബമാണല്ലോ പ്രധാനം. ജനങ്ങൾ ഇത് കാര്യം. അപ്പോഴേക്ക് ഈ വോട്ട് ചോരി ആരോപണവുമായി ബന്ധപ്പെട്ട് യാത്ര നടത്തിയതെല്ലാം വെറുതെ ആകുമോ? വെറുതെ ആയല്ലോ. ഇപ്പോൾ ഒരു വാക്ക് കേൾക്കാനുണ്ട്, ഹൈഡ്രജൻ ബോംബ്, ന്യൂക്ലിയർ ബോംബ്, എന്തെല്ലാം സ്ഫോടനങ്ങളാണ്. ബോംബ് പേടിച്ചാണോ ഈ MLA-മാർ പാർട്ടി വിട്ട് പോകുന്നത്? പാർട്ടി വിട്ടു പോകുന്നത് ഇതുകൊണ്ട് തന്നെ. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇതാണ്. റെയിൽവേ അഴിമതി കേസിൽ ഇദ്ദേഹം പ്രതിയാണെന്ന് അറിഞ്ഞതോടെ മുഴുവൻ പോപ്പുലാരിറ്റിയും പോയി കഴിഞ്ഞു. ഇനി ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും മങ്ങി. അതിൻ്റെ ടൈമിംഗ് ആണ്. എനിക്കറിയത്തില്ല, ഈ ദൈവാനുഗ്രഹമാണ്. എന്തോ പ്രിസിഷനോട് കൂടി ആ സമയത്ത് തന്നെ ആ കുടുംബത്തെ മുഴുവൻ പ്രതികളാക്കി. ഒരൊറ്റയാൾ എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ ഗവൺമെൻറ് ഫ്രെയിം ചെയ്തതാണ്, അല്ലെങ്കിൽ ഇത് ആസൂത്രിതമായ നടപടി? ഈ പ്രാവശ്യം ആരും പറഞ്ഞിട്ടില്ലല്ലോ, മിണ്ടിയിട്ടില്ലല്ലോ. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ് ജനങ്ങൾ മുഴുവൻ. ഒറ്റയാൾ എതിർത്ത് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകന് പോലും ഒന്നും പറയാൻ കഴിയാത്ത വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കേസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രക്ഷപ്പെടാൻ കുറേ പാടുപെടും. ഇനിയിപ്പോൾ പ്രധാന പ്രതിപക്ഷമായിട്ട് വരാൻ പോകുന്നത് പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിയാണ്, സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി. നല്ല ഭരണം എന്നാണ് സ്വരാജ് എന്നുള്ളതിൻ്റെ അർത്ഥം. നല്ല ഭരണം എന്നാണ്. ഇയാൾ എങ്ങനെയാണ് നല്ല ഭരണം നടത്തുന്നത്? ഇപ്പോൾ അവിടെ മദ്യമൊന്നുമില്ല, അതുകൊണ്ടാണ് ഗുണ്ടാരാജും ഇല്ലാത്തത്. അതുകൊണ്ടാണ് നിതീഷ് കുമാറിനെ സ്ത്രീകളെല്ലാം ഇഷ്ടപ്പെടുന്നത്. സ്ത്രീകളുടെ വോട്ട് കൊണ്ടാണ് നിതീഷ് കുമാർ ജയിച്ചിട്ടുള്ളത്, അല്ല കുർമികളുടെ വോട്ട് കൊണ്ടല്ല. പിന്നാക്കക്കാരനായ ആളാണ് നിതീഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ ജാതി എന്ന് പറയുന്നത് കുർമി ജാതി. ആ കുർമി ജാതിക്ക് ബീഹാറിലെ ആകെ വോട്ടർമാരുടെ 3.5% മാത്രമേ ഉള്ളൂ. ആ വോട്ട് കൊണ്ട് ജയിക്കാൻ പറ്റുമോ? മുഖ്യമന്ത്രിയാവാൻ പറ്റുമോ? അല്ല. കിട്ടിയിരിക്കുന്ന സ്ത്രീകളുടെ വോട്ടുകളാണ്. കാരണം ഇപ്പോൾ കള്ളില്ല, കള്ളമില്ല എന്ന് പറഞ്ഞാൽ അഴിമതിയില്ല ലാലു പ്രസാദ് കാലത്തെ പോലെ. പിന്നെ ഗുണ്ടാരാജും ഇല്ല.
സ്ത്രീകൾക്ക് തെരുവിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പാറ്റ്നയിൽ പോലും, പാടലീപുത്രത്തിൽ പോലും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. മറ്റേതൊരു മഹാനഗരത്തിലും നടക്കുന്നത് പോലെ അവർക്കും നടക്കാൻ കഴിയുന്നുണ്ട്, ഏതിരിടത്തും സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട്. പാതിരാത്രികൾ അവരുടേത് കൂടിയാണ്. തൊട്ടടുത്ത സംസ്ഥാനമായ ബംഗാളിലെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്, ബലാത്സംഗം ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ആ പെൺകുട്ടി, മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി മെഡിക്കോസ്, എന്തിനാണ് പാതിരാത്രിയിൽ ഇറങ്ങിപ്പോയതെന്ന്. ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള ഒരേ ഒരു വനിതാ മുഖ്യമന്ത്രിയാണ് ഇത് പറഞ്ഞത്. സ്ത്രീകളുടെ സംഖ്യക്കുള്ളെന്ന് വർത്താനം എന്താ? അല്ല, വനിതാ മുഖ്യമന്ത്രി ഡൽഹിയിലുള്ള ഉണ്ട്. ഡൽഹിയിൽ ഇപ്പോൾ വന്നാലേ, അതിന് മുമ്പേ 2 ടേമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ, 2 ടേമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. വനിതാ മുഖ്യമന്ത്രി ഡൽഹി, അവിടെ ലഫ്റ്റനന്റ് ഗവർണറുടെ ഭരണമാണ്, അത് വ്യത്യസ്തമാണ്, കുറച്ച് വ്യത്യാസമുണ്ട്. അത് ബംഗാൾ എന്ന് പറയുന്ന വലിയൊരു സംസ്ഥാനമാണ്, വലിയ സ്വാധീനം ചെലുത്തുന്ന സംസ്ഥാനം. അവിടുത്തെ മുഖ്യമന്ത്രിയാണ് ഇത് പറയുന്നത്. ആ മുഖ്യമന്ത്രി പാതിരാത്രികളപ്പോൾ സ്ത്രീകളുടേതല്ലെന്നാണോ പറയുന്നത്? ആ സമയം അവർക്ക് അവകാശപ്പെട്ടതല്ലെന്നോ? എന്താണ് ഇവർ ഈ പറയുന്നത്? പാതിരാത്രികൾ അവകാശപ്പെടാത്ത സ്ത്രീകളാണോ ഇന്ത്യയിലുള്ളത്? നിങ്ങൾക്ക് സുരക്ഷിതവും കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ പരാജയമാണത്, സ്ത്രീകളുടെ തെറ്റല്ല, നിങ്ങളുടെ തെറ്റാണോ? അതുപോലെ ഒരു സംസ്ഥാനം അവർക്ക് എന്തും പറയാം, കാരണം അവർ ഇന്ത്യ മുന്നണിയുടെ നേതാവാണ്. ഇന്ത്യ മുന്നണിയുടെ നേതാവെന്ന് മാത്രമല്ല, ഇവിടെ ഇങ്ങോട്ട് വരുന്ന ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള, ഹിന്ദു വിരുദ്ധരായിട്ടുള്ള, മോദി വിരുദ്ധരായിട്ടുള്ള കുടിയേറ്റക്കാരുടെ, ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുടെ നേതാവ് കൂടിയാണ് അവർ. ഷാജഹാൻ ഷെയ്ഖിനെ പോലുള്ള ആൾക്കാരുടെ നേതാവാണ്. കൂട്ട ബലാത്സംഗം നടത്താൻ മടിക്കാത്ത, ഉളുപ്പില്ലാത്ത, നാണമില്ലാത്ത ആളിൻ്റെ കൂടി നേതാവാണ്. ക്രിമിനലുകളുടെ, ഗുണ്ടകളുടെ, തെമ്മാടികളുടെ നേതാവാണ്, അധോലോകത്തിൻ്റെ നേതാവാണ് അവർ. അതുകൊണ്ടാണ് അവർ പറയുന്നത് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബീഹാറിൽ അതൊന്നും സംഭവിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ജൻ സുരാജ് എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്നുണ്ട് ബീഹാർ. അതിന് പ്രശാന്ത് കിഷോർ വരേണ്ട ആവശ്യമൊന്നുമില്ല. പറഞ്ഞു വന്ന പോയിന്റ് ലിങ്ക് ചെയ്തില്ല. പ്രശാന്ത് കിഷോർ വരുന്നത് കള്ള സാർവത്രികം, വ്യാപകം, ഗുണ്ടാരാജ്, പെണ്ണുങ്ങൾക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത ബംഗാളിലെ അവസ്ഥയായിരിക്കും ഇവിടെ വരുന്നത്. സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടും രാത്രി പുറത്തിറങ്ങിയ. അപ്പോൾ പ്രശാന്ത് കിഷോറിന് അവിടെ തെറ്റി. ഓട്ടോറിക്ഷക്കാരും ഒക്കെ, ഓട്ടോറിക്ഷയിലാണ് പുള്ളിയുടെ പ്രചാരണം, ബോർഡൊക്കെ അതിലിങ്ങനെ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുക പുള്ളിയുടെ പേരൊക്കെ. കുറച്ചൊക്കെ ആം ആദ്മി പാർട്ടിയുടെ തേടി. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാരുടെ ഭാര്യമാർ പോലും ഇയാൾക്ക് വോട്ട് ചെയ്യത്തില്ല. അവിടെയാണ് കുഴപ്പം സംഭവിക്കാൻ പോകുന്നത്. ഇയാൾ വലിയ റോളൊന്നും അവിടെ ഉണ്ടാക്കാൻ പോകുന്നില്ല. കാരണം ഈ ഓട്ടോ അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത്, ഈ പ്രശാന്ത് കിഷോറിന്റെ വളർച്ച ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയാണ്, മഹാഗഡ്ബന്ധനെയാണ്, കോൺഗ്രസിനാണ്. അങ്ങനെയല്ല, തീർന്നു. ലാലു പ്രസാദ്, ഇന്ത്യ മുന്നണി അവിടെ തീർന്നു, വെടി തീർന്നു. പിന്നെ പ്രതിപക്ഷമായിട്ട് വരാൻ പോകുന്ന ജൻസുരാജിന് നമ്മുടെ ഈ ഇന്ത്യ മുന്നണിയോടെ ഏറ്റവും മുന്നണിയുടെ കരുത്തില്ല. കാരണം സ്ത്രീകൾ അവർക്ക് വോട്ട് ചെയ്യില്ല. കള്ളിൻ്റെ ഭരണം നടത്തി കഴിഞ്ഞാൽ, കള്ള് വ്യാപകമായി കഴിഞ്ഞാൽ സ്ത്രീകൾ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല. അതാണ് പ്രശ്നം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചാരായ നിരോധനം. അതിനെ ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്തത് കേരളത്തിലെ സ്ത്രീകളാണ്, പ്രത്യേകിച്ചും തീരദേശത്തെ സ്ത്രീകളാണ്. AK ആൻ്റണി ചാരായ നിരോധനം വരുത്തിയപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം, അത് വോട്ടായിട്ട് മാറിയോ എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെ ആ സ്ത്രീകൾക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ഭരണമാണ് ഇപ്പോൾ നടക്കുന്നത്. സുരക്ഷയുണ്ട്, മദ്യം പാനികളായ ഭർത്താക്കന്മാർ അവരെ ഗ്രഹങ്ങളിൽ പീഡിപ്പിക്കുന്നില്ല, ഗാർഹിക പീഡനം നടക്കുന്നില്ല. ദേ ആർ ആൾ ഹാപ്പി, സംതൃപ്തമായിട്ടൊരു സംസ്ഥാനമാണത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഈ കള്ളു കൊണ്ടുവരുമെന്ന് പറഞ്ഞ ഒരാൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ തിരസ്കരിക്കാം. അവിടെയാണ് കുറച്ച് വോട്ടുകൾ അദ്ദേഹം പിടിക്കും കേട്ടോ. അദ്ദേഹത്തിന് കാരണം ഈ സെഫോളജി അറിയാവുന്നതുകൊണ്ട് ഇന്ന സ്ഥലത്ത് ഇന്ന ആളെ നിർത്തി, ഇന്ന ജാതിക്കാരനെ നിർത്തി എന്നൊക്കെയുള്ള കണക്ക് കൂട്ടലുണ്ട്. അങ്ങനെ കുറച്ച് കണക്കനുസരിച്ച് കുറച്ച് സീറ്റുകൾ പിടിക്കും. അതാണ് പ്രതിപക്ഷമായിട്ട് വരാൻ പോകുന്നത്. നോക്കിയോ, ഇതോടുകൂടി ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അവിടെ ഒരു നോൺ പ്ലെയറായിട്ട് മാറും. പ്രശാന്ത് കിഷോർ 2ാം സ്ഥാനത്ത് വരാൻ പോവുകയാണ്. ആം ആദ്മിയെ പോലെ അങ്ങനെ ഒരു അത്ഭുതം സൃഷ്ടിക്കപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇന്ത്യ മുന്നണി ജയിച്ചേനെ, പക്ഷേ ഈ കേസിൽ കുടുംബം വീണ്ടും ഒരിക്കൽ കൂടി കുടുങ്ങുമ്പോൾ അത് അസാധ്യമായി തീരുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സൈക്കോളജിയും കൂടെ ഞാൻ വർക്കൗട്ട് ചെയ്യാം. അതായത് ഏറ്റവും ഒടുവിൽ എന്ത് നടക്കുന്നു അതാണ് ഒരു തെരഞ്ഞെടുപ്പിലെ വോട്ടർമാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക. അതാണ് അതിൻ്റെ ടൈമിങ്. പിന്നെ 1 മാസം കൂടെ അല്ലേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. ആ 1 മാസത്തിനിടയിൽ നടന്ന ഏറ്റവും വലിയ സംഭവമാണ് ആ കുടുംബം മുഴുവനോടെ ഈ അഴിമതി, കൊള്ള, റെയിൽവേ ക്യാൻറ്റീൻ്റെ പേരിൽ നടത്തിയിട്ടുണ്ടെന്നുള്ളത് സ്പഷ്ടമായ തെളിവുകളോടെ അവരെ അപ്പോൾ സാറ് പറയുന്നത് അവിടെ സ്വാഭാവികമായി തന്നെ ഒരു NDA തരംഗം, BJP തരംഗം, JDU തരംഗത്തിലൂടെ വീണ്ടും നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി വരുമെന്നാണോ? തീർച്ചയായിട്ടും. അവരുടെ വെൽ പ്ലാൻഡ് അല്ലേ. നോക്കൂ, എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ചിരാഗ് പാസ്വാൻ ഇപ്പം വിട്ടുപോകും. 29 സീറ്റിൽ ഒതുക്കി അദ്ദേഹത്തെ പിടിച്ചു നിർത്തി. മറുവശത്ത് ഇതുവരെ ചർച്ച വല്ല കൺക്ലൂഷനിലും എത്തിയോ? ചർച്ച നടക്കുന്നേ ഉള്ളൂ. BJPയുടെ സ്ഥാനാർത്ഥികളെ അവരെ തീരുമാനിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മനസ്സിലായോ? അത് എത്ര ക്ലോക്ക് വർക്ക് പ്രിസിഷനോട് കൂടിയാണെന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്.
മറ്റേടത്ത് ചർച്ചയും അടിപിടിയും നടക്കുന്നതേ ഉള്ളൂ. കോൺഗ്രസിന് 29 സീറ്റേ കിട്ടുമെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം 70 സീറ്റിലാണ് മത്സരിച്ചത്. മനസ്സിലായോ? കോൺഗ്രസ് വിൽ ബി എ നോൺ പ്ലെയർ ദെയർ, നോട്ട് ഈവൻ എ ജൂനിയർ പാർട്ണർ. കഷ്ടമുണ്ട്. എല്ലാ സീറ്റിലും ഇപ്പോൾ തേജസ്വി യാദവിൻ്റെ പാർട്ടി അങ്ങോട്ട് മത്സരിക്കും, എല്ലാ സീറ്റിലും പൊട്ടിയും പോകും. കാരണം ഒരു കള്ളനെ ഞങ്ങളുടെ മുഖ്യമന്ത്രിയായിട്ട് വേണ്ടെന്ന് ബീഹാറിലെ ജനങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. അതാണ്. പിന്നെ വേറൊരു ഫാക്ടറുള്ള കാർപ്പൂരി താക്കൂറിനെ തങ്ങളുടെ ആളായിട്ട് എടുക്കാം. ഏറ്റവും പിന്നോക്കക്കാർക്ക് ഏറ്റവും പുരോഗതി ഉണ്ടായത് കാർപ്പൂരി താക്കൂർ ഗവൺമെൻറ്റിൻ്റെ പേരിലാണ്. പക്ഷേ ഭാരതരത്ന അവാർഡ് കൊടുക്കാതെ അദ്ദേഹത്തെ അധിക്ഷേപിക്കരുത്. മറ്റേ എല്ലാ പിന്നാക്ക നേതാക്കളെയും എന്ന പോലെ സീതാറാം കേസരി, അതുപോലെ തന്നെ ജഗജീവൻ റാം, ഇവരെ BR അംബേദ്കർ, ഇവരെയൊക്കെ കോൺഗ്രസ് അപമാനിച്ചതുപോലെ അപമാനിക്കപ്പെട്ട ഒരു നേതാവാണ് കാർപ്പൂരി താക്കൂർ. അദ്ദേഹത്തിന് ഭാരതരത്നം കൊടുത്തത് ഇപ്പോഴത്തെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റാണ്. ഇതൊക്കെ ബീഹാറിലെ ജനങ്ങളുടെ വൈകാരികമായി സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സാണ്. ഇതിൻ്റെയൊക്കെ തേരിലേറ്റി അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ടേ നിർത്താൻ പറ്റും. കാരണം മഹിളാ സംഘതൻ യോജന എന്ന് പറഞ്ഞൊരു യോജന വഴി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ആ ഒരു സഹായം ഉണ്ടല്ലോ, 10,000 രൂപ വീതം അവിടുത്തെ 75 ലക്ഷം കുടുംബങ്ങളിലേക്ക് ചെന്നിരിക്കുകയാണ്. ഈ 75 ലക്ഷം കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ 75 ലക്ഷത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് മാത്രമല്ല അതിലുണ്ടാകുന്നത്, അവരുടെ ഒരു പിന്തുണ മാത്രമല്ല അതിലുണ്ടാകുന്നത്. 75 ഒരു കുടുംബത്തിൽ 5 പേരെങ്കിലും വീഴുമ്പോൾ കാണും. 75 × 5 എന്ന് പറയുമ്പോൾ 4.5 കോടിയോളം വോട്ടർമാരെ അത് സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ബ്രഹ്മാസ്ത്രം തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അതിന് മേൽ ഇനി ഏത് കിഷോർ വിചാരിച്ചാലും ശരി, ഏത് യാദവന്മാർ വിചാരിച്ചാലും ശരി, കോൺഗ്രസ് പിടിച്ചിരിക്കുന്ന ഏത് ന്യൂനപക്ഷം ശ്രമിച്ചാലും ശരി, ഒരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ല. BJP NDA ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, ഒരു സാധ്യത ഉണ്ടായിരുന്നത്, ഈ തർക്കത്തിൽ ചിരാഗ് പാസ്വാൻ പോവുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ വിജയം ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഇൻടാക്റ്റായിട്ട് ഒറ്റയാളും പോയിട്ടില്ല. അതേസമയം ഇന്ത്യ മുന്നണിയിൽ പെട്ട ലാലു പ്രസാദിൻ്റെ RJDയിൽ നിന്ന് 2 MLA ആൾറെഡി രാജിവെച്ചു കഴിഞ്ഞു, ചാടിക്കഴിഞ്ഞു. മനസ്സിലായി? MLA മുങ്ങുന്ന കപ്പലിൽ നിന്ന് എലികൾ മുമ്പേ ചാടുന്ന പോലെ. ഇവർക്കറിയാം അവരുടെ മണ്ഡലത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു അവർക്കറിയാം. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ നേതാക്കൾ ചാടാറുണ്ട്, പക്ഷേ MLA ചാടുന്നത് ഇത് ആദ്യമാണ്. അത് വലിയൊരു സംഭവമാണ്. ഇതൊരു ഓപ്പറേഷൻ കമലൊന്നും അല്ല. പറഞ്ഞാൽ ആ പാർട്ടി ജയിക്കില്ല എന്ന് ഈ MLA ഉറപ്പാണ്. അത് തന്നെയാണ് സംഭവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.